67ാമത് സംസ്ഥാന കായികമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്തൊട്ടാകെ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്കും കായിക താരങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയത് ഇത്തവണ KSDA നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റിയാണ്. നമ്മുടെ കൂടെയുള്ളത് നജീബ് സാറാണ്. യാതൊരുവിധ പരാതികളുമില്ലാതെ ഇത്തവണത്തെ ഭക്ഷണ വിതരണവും ഭക്ഷണം ഉണ്ടാക്കലടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച ഒരു കായികമേളയാണ് ഇത്തവണത്തേത്. നമുക്ക് ചോദിച്ചറിയാം അവരുടെ എങ്ങനെയാണ് ഈ ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയത്. ഒരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം 25,000-ലധികം കുട്ടികൾ വരുന്നു. അതെങ്ങനെയായിരുന്നു ഇത് നിയന്ത്രണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 67ാമത് കായികമേളയാണെങ്കിലും ഈ കായികമേളയ്ക്ക് മറ്റൊരു സവിശേഷതയുള്ളത് ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന രണ്ടാമത്തെ കായികമേളയാണ്. ഒന്നാമത് എറണാകുളത്ത് നടത്തി. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായി കേരള സർക്കാരിൻ്റെ ഒരു മികവായി വന്നു. ആ ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന ഈ കായികമേളയിൽ ഞങ്ങൾ ഭക്ഷണ കമ്മിറ്റിയും പുതിയ ചില മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രധാന വേദിയായി പുത്തരിക്കണ്ടത്ത് ഒരേ സമയം 2500 പേർക്കാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. 10 കൗണ്ടറുകൾ. അതിനു പുറമെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേവലമായി ഒരു ഭക്ഷണം കഴിക്കുന്നു എന്നതിനപ്പുറമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു വേദി, ഈ 10 വർഷമായി കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾ അവർക്ക് അതിലുണ്ടായ നേട്ടങ്ങളുടെ എക്സിബിഷൻ, പിന്നെ അവർക്ക് സെൽഫി പോയിന്റ്, അങ്ങനെ ഒരു സർഗാത്മകമായ ഭക്ഷണ വിതരണം എന്ന നിലയിലേക്ക് ഞങ്ങൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഒരു 3 സ്ഥലത്ത് സാറ്റലൈറ്റ് കിച്ചണുകൾ പ്രവർത്തിച്ചു. അത് ജീവിരാജ സ്പോർട്സ് സ്കൂളിലാണ്. പിന്നെ മറ്റൊന്ന് പ്രവർത്തിച്ചത് വെള്ളായണി കാർഷിക കോളേജിലാണ്. ഒന്ന് പെരപ്പക്കോടാണ്. അവിടെയും ഇതുപോലെ വ്യത്യസ്തമായ നിലയിലാണ് ഭക്ഷണം കൊടുത്തത്. എല്ലാ സ്ഥലത്തും കുട്ടികളെ ഇലയിട്ട് ഇരുത്തി വിളമ്പി കൊടുക്കുന്ന തിരുവനന്തപുരത്തിൻ്റെതായ ഒരു സംസ്കാരത്തിൽ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ കായികമേളയുടെ മറ്റൊരു സവിശേഷത കലോത്സവത്തിന് വ്യത്യസ്തമായി നോൺ വെജ് ഉൽപ്പന്നങ്ങളുണ്ട്, ഭക്ഷണ പദാർത്ഥം കൂടി കൊടുക്കുന്നുണ്ട്. അത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് പാല്, മുട്ട, പിന്നെ ഉച്ചഭക്ഷണത്തിന് ബീഫോ ചിക്കനോ ഫിഷോ ഏതെങ്കിലും ഒരു നോൺ വെജ്, വൈകുന്നേരവും അതുപോലെ ഏതെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാവും. ഇതിനിടയിൽ രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്കും ഓഫീഷ്യൽസിനും ചായയും ഏതെങ്കിലും ഒരു സ്നാക്സും ഉണ്ടാവും. അങ്ങനെ ചുരുക്കത്തിൽ രാവിലെ 6 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം 12,000-ഓളം പേർക്ക് നമ്മളിവിടെ ഉച്ചഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു സംഘടന KST എന്ന അധ്യാപക സംഘടന, അതിലെ സംഘടനയുടെ പ്രവർത്തകർ, നമ്മോടൊപ്പം സഹകരിക്കുന്ന ജീവനക്കാർ, അധ്യാപക വിദ്യാർത്ഥികൾ, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികൾ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി വളരെ ചിട്ടയോടുകൂടി ഓരോ ചുമതലകൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഒരു പരാതിയുമില്ലാതെ ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം ഏറ്റവും സന്തോഷത്തോടുകൂടി നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. അപ്പോൾ നോൺ വെജ് വിഭവങ്ങളടക്കം വിളമ്പേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഏകോപനം, ഒപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളെല്ലാം ഏകോപനം, അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണല്ലോ. അതൊക്കെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ അതാണല്ലോ ഇതിനൊരു വലിയൊരു വിജയത്തിന് കാരണമായിട്ട് വരുന്നത്. തീർച്ചയായും നിങ്ങൾ ചോദിച്ച കൃത്യമായി ആ ഏകോപനം തുടങ്ങുന്ന സമയത്ത് വലിയ കടുത്ത മഴയായിരുന്നു. ഇവിടെ ഈ പുത്തരിക്കണ്ടം, ഇത് കണ്ടം തന്നെയായിരുന്നു. വലിയ മഴയും അതിൻ്റെ ഭാഗമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം തട്ടടിച്ച് ഹൈറ്റ് ചെയ്താണ് ഈ സാധനങ്ങൾ പന്തലും മറ്റു കാര്യങ്ങളും ക്രമീകരിച്ചത്. ഓരോ ദിവസവും ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി വിവിധ സബ് ജില്ലയിൽ നിന്ന് വരുന്ന അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ കൗണ്ടറിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. ആ ക്യാപ്റ്റൻ്റെ കീഴിൽ 20 പേരായിരിക്കും. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഭക്ഷണ വിതരണത്തിന് ചുമതലകൾ ഉണ്ടാവും. ഇവിടെ നിന്ന് ഭക്ഷണങ്ങൾ പകർന്നു കൊടുക്കുവാൻ പ്രത്യേകമായ ഒരു ടീം ഉണ്ടാവും. എല്ലാ കൗണ്ടറിലും ഭക്ഷണം എത്തിക്കാൻ മറ്റൊരു ടീം ഉണ്ടാവും. അങ്ങനെ എല്ലാ ജോലികളും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ചിട്ടയോടുകൂടി വന്നവർക്കെല്ലാം വളരെ സംതൃപ്തിയോടുകൂടി ക്യൂ നിൽക്കാതെ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലാണ് വളരെ മികച്ച ഏകോപനമാണ് ഇത്തവണത്തെ കായികമേളയിൽ. ഭക്ഷണ വിഭാഗമല്ല, എല്ലാ വിഭാഗങ്ങളിലും മികച്ചൊരു ഏകോപനവും കാലാവസ്ഥ ഒഴികെ മറ്റൊന്നും പ്രതികൂലമായി ഇത്തവണ കായികമേളയ്ക്ക് ഉണ്ടായിരുന്നില്ല. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.